ഹലോ ഗേയ്സ്, വെൽക്കം മൈ യൂട്യൂബ് ചാനൽ. ഞാനിവിടെ അടിപൊളി കഞ്ഞിയായിട്ടാണ് വന്നത്. ഉലുവക്കഞ്ഞി ഈ കർക്കിടക മാസത്തിൽ കഴിക്കാൻ പറ്റിയ അടിപൊളി കഞ്ഞിയാണ്. അതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഞാൻ ഇത് തലേന്ന് ഉഴുന്ന് 1/4 കപ്പ് ഉഴുന്ന് കഴുകി വൃത്തിയാക്കി വെള്ളം ഒഴിച്ചിട്ട് സ്റ്റോക്ക് ചെയ്ത് വെച്ചതാണ്. ഇനി പച്ചരി 1 കപ്പ് എടുത്തിട്ട് നല്ലപോലെ കഴുകി വൃത്തിയാക്കി അതുപോലെ തന്നെ സോക്ക് ചെയ്ത് വെക്കാം. ഇത് തലേന്നാണ് ഞാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഉപയോഗിക്കാനാണ്. അപ്പം നമ്മുടെ ഉലുവ നല്ലപോലെ സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഈ വെള്ളത്തോടു കൂടി നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ പച്ചരിയിലെ വെള്ളവും കളഞ്ഞ് നമുക്ക് പച്ചരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു 3 വിസിൽ വേവിച്ചെടുക്കാം. മൂന്ന് വിസിലടിച്ചതിന് ശേഷം ഇതാ നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കൊരു സ്പൂണ് വെച്ച് നല്ലപോലെ ഉടച്ചു കൊടുക്കാം. നല്ലപോലെ ഉടച്ചു കൊടുക്കണം. ചൂടോട് കൂടി ഉടച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 2ാം പാലും 1ാം പാലും ഒഴിച്ചതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ചും കൂടി ടൈറ്റ് ആയിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്ത് ലൂസാക്കി കളയാം. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്ത് ഒരു തിള വരുമ്പോൾ ഒന്ന് ഓഫാക്കാം. പാൻ അടുപ്പത്ത് വെച്ചതിന് ശേഷം ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ചെറിയ ഉള്ളി ചെറുതായിട്ട് എരിഞ്ഞത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് ബ്രൗൺ കളറാവുന്ന വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ സവാള നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി ഇത് ഉലുവക്കഞ്ഞിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. തേങ്ങാപ്പാൽ ഇഷ്ടമില്ലാത്തവർക്ക് ശർക്കര ഉരുക്കി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പം നമ്മുടെ ഉലുവക്കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. അത്രയും സിമ്പിളാണ്, അത്രയും ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കണം.